ജി സുധാകരൻ്റെ അസ്വസ്ഥതയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അത് പാർട്ടി വിരുദ്ധനായിട്ടും അദ്ദേഹം മാറിയിട്ടെന്നുള്ള കാര്യം നമുക്ക് അതൊക്കെ സജി ചെറിയനെ പോലുള്ള ആൾക്കാർക്ക് ഈ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായ സജി ചെറിയാൻ ജി സുധാകരനെതിരെ ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്ന കഥകളും അവിടെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതിലൊക്കെ ആസൂത്രിതമായിട്ട് ഇവർക്ക് പങ്കിടുന്നതുകൊണ്ടാണല്ലോ ജി സുധാകരൻ എതിർക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്, അങ്ങനെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ നേതാവാണ്. മാത്രം വിഭാഗീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഭാഗയുടെ മുൻപന്തിയിലിരുന്ന് സജി ചെറിയൊന്നും ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വിഭാഗയുടെ മുൻപന്തിയിൽ നിന്ന് പിണറായി വിജയനെ സംബന്ധിച്ചോളം ആ കാലഘട്ടത്തിൽ ആ ഫാക്ഷൻസിൻ്റെ കാലത്ത് അതിനുവേണ്ടി പോരാടുകയും ഗൗരിയമ്മ പോണ കാലത്ത് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കാലത്ത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ആലപ്പുഴ ജില്ലയിൽ ആ പാർട്ടി നിലനിർത്തിയത് പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ജി സുധാകരൻ. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു. പിന്നെ നേരെ സൂചിപ്പിച്ച പോലെ SFIയുടെ ആദ്യകാലം മുതൽ തന്നെയുള്ള വലിയ ത്യാഗോചരമായ ജീവിതം നയിച്ച ഒരാളും അദ്ദേഹത്തിൻ്റെ കവിത എന്താണെങ്കിലും വലിയ വായനയും അദ്ദേഹം സാംസ്കാരിക സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കുറേ കാലശേഷം മൂലധനം വീണ്ടും 3 വോളിയം ഇറക്കുന്നതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധതയും രാഷ്ട്രീയ ചിന്തയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ആളാണ്, സുതാര്യമായി ജീവിതം നയിച്ച ആളാണ്, അഴിമതിരഹിതനാണ്. ഇതൊക്കെ ഈ ക്വാളിറ്റിയൊക്കെ സമൂഹത്തിന് പറയാം. പക്ഷേ വളരെ വളരെ കുപിതനായിട്ടുള്ളതാണ്, പെട്ടെന്ന് പ്രകോപിതനാവും, വളരെ ദേഷ്യത്തിൽ സംസാരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മൂടി വയ്ക്കാറില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അദ്ദേഹത്തിന് വിമർശനം ഉന്നയിക്കാൻ കോൺഗ്രസ് വേദികളില്ല മാത്രമുള്ള സ്ഥിതിയായി, അദ്ദേഹത്തിന് വിമർശനം ഉന്നയിക്കാൻ പൊതുവേദികൾ മാത്രമുള്ള സ്ഥിതിയായി. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ വലിയ അവഗണന നേരിടുന്നു. ആ അവഗണനയ്ക്ക് കാരണം അദ്ദേഹം അവിടെ പ്രധാനപ്പെട്ട ഒരാളാണ്. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ഒരിടത്ത് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയായിരുന്നു, അങ്ങനെ തന്നെ സങ്കല്പിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ സെക്രട്ടറി ശേഷം MAB ജി സുധാകരനാണ് കാണാൻ വരുന്നത്. മുതിർന്ന നേതാവിലേക്ക് സുധാകരൻ സാർ എന്നാണ് വിളിക്കുന്നത്, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കുന്ന എന്താണ്, അദ്ദേഹത്തിൻ്റെ അകത്തുള്ള സ്വാധീനവും പ്രഭാവവുമാണ്. പക്ഷേ അത് ഈ പുതിയ തലമുറക്കാരും നമ്മൾ ജി സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം പലപ്പോഴും സജി ചെറിയൻ ഒരു ആശ്രിതനായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു, ജി സുധാകരൻ ആശ്രിതനായിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടറിയായിട്ട് വരുന്നത്. അങ്ങനെ ആശ്രിതനായ ഒരാൾ പിന്നീട് തന്നെ അധികാരം കിട്ടിയപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവിനെ ഒഴിവാക്കാനും പരിഹസിക്കാനും താൻ പ്രത്യക്ഷമില്ലെങ്കിൽ അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടണമല്ലോ. തൻ്റെ പൈതാളികന്മാർ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹത്തെ അപഹസിക്കാൻ ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് മറ്റ് വേദികളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവിടുന്ന് ആ പ്രശ്നം. അതേസമയം തന്നെ നേരെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലോ അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ബോഡികൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ രേഖപ്പെടുത്താൻ അവസരം കിട്ടുകയും ആ നിലയ്ക്ക് അങ്ങനെയാണല്ലോ ഇവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. കാര്യം അവരുടെ എക്സ്പീരിയൻസ് ശരിയാണ്. പുതിയ തലമുറ നേതാക്കളെ കൊണ്ടുവരും, അത് വളരെ ശരിയായ തീരുമാനം തന്നെയാണ് വിശ്വസിക്കുന്നത്. പുതിയ തലമുറ നേതാക്കളെ കൊണ്ടുള്ള തീരുമാനം വളരെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്തില്ല എന്നുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. കാര്യം ഇപ്പോൾ അദ്ദേഹത്തിനെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ലീഡർ നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷണിതാവാക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായം കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാൻ വേണ്ട, മാറാം, ബ്രാഞ്ചിൽ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹത്തിന്റെ സന്നദ്ധത കൂടിയായിരുന്നു. 2 തവണ അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന് കത്തയക്കുന്നുണ്ട്, എന്നെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് പോകാമെന്ന് വേണമെങ്കിൽ CP-മാർക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ ഒഴിഞ്ഞേക്കാമെന്ന തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ പോലും ഈ ലോക്കലി അദ്ദേഹം നേരിടുന്ന ഈ പറയുന്ന ആക്രമണമായിരുന്നു, അതോ അതിനപ്പുറമുള്ള റീസൺസ് ഉണ്ടായിരുന്നു? നിഷാദ് ഓർക്കുണ്ടാവും, അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ അതുപോലെ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന് യഥാർത്ഥ സമയത്ത് കിട്ടാത്തത് അദ്ദേഹത്തിൻ്റെ തോന്നലതായിരുന്നു. കാര്യം നേരത്തെ വളരെ മുമ്പ് തന്നെ കേന്ദ്ര കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ തോമസ് ഐസക്കിനെ പോലെ അതിന് ശേഷം വന്ന കാര്യം അവരൊന്നും ഇദ്ദേഹം പാർട്ടിയുടെ സമയത്ത് തോമസ് ഐസക്കൊന്നും സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അക്കാദമിക്കായിരുന്നു, പിന്നീടാണല്ലോ വന്നത് ആലപ്പുഴയിലേക്ക്. അപ്പോൾ അവരൊക്കെ കേന്ദ്ര കമ്മിറ്റി പോയ സമയത്ത് എനിക്ക് അവിടെ ആദ്യം സ്ഥാനം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമവും വേദനയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവും. കാര്യം ജീവിതം രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടി മാറ്റിവെക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത് ആ ആലപ്പുഴ ജില്ലയിൽ അതിന് എന്താ പറയുക, അതിൻ്റെ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലുള്ള പാർട്ടിയെ കൂടെ നയിക്കുകയും അതിന് നേതൃത്വം നിന്നുകൊണ്ട് പാർട്ടി വളർത്തുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചോളം ആ വിഷമം ഉണ്ടാവും. അത്